സ്വാഗതം പ്രിയരേ, പ്രഭാത ടാരോ കാർഡുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം താങ്കൾക്ക് തരുന്ന സന്ദേശം എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ 3 കാർഡുകൾ എടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസ സന്ദേശം താങ്കൾക്കായി പറയുന്നതാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് എനർജി എന്ന് പറയുന്ന കാർഡാണ്. ഇത് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പല കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ് എന്നുള്ള എനർജിയിലാണ് താങ്കളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഒരേപോലെ കൊണ്ടുനടക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. എന്താണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്? 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വേദനിച്ചിരുന്ന് ദുഃഖിക്കുന്ന ഒരാളുടെ പടമാണ്, നമുക്ക് കണ്ടറിയാൻ പറ്റും. പക്ഷേ ഈ വ്യക്തി എപ്പോഴും ദുഃഖിക്കുന്നത് ഒരിക്കലും എന്താ പറയുക, അദ്ദേഹത്തെ ബാധിക്കാത്ത കാര്യങ്ങൾക്കാണെന്നുള്ളതാണ്. ഈ വാളുകൾ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരിക്കലും അദ്ദേഹത്തെ ശരീരത്തെ തൊടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ പല വറീസും നമ്മൾ സീരിയസ് ആയിട്ട് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അവയൊന്നും അത്ര അടുത്തുള്ളതല്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല അത്രയ്ക്കധികം എന്നാണ് പറയുന്നത്. എന്ത് ഔട്ട്കം നമുക്കിന്ന് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഔട്ട്കമാണ് വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് ഒരു മേജർ ആർക്കാൻ്റെ കാർഡാണ്. കാര്യങ്ങൾ വേറെ ആംഗിളിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ ഒരു ഔട്ട്കം അല്ലാത്തതുകൊണ്ട് ഒരു കാർഡ് കൂടി ഞാനെടുത്ത് നോക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് കാർഡ്. അത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് തന്നെ എന്താ പറയുക, പെൻറ്റക്കിൾസിലാണ് തുടങ്ങിയത്, പെൻറ്റക്കിൾസിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് കൊണ്ട് നമ്മുടെ വറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പണത്തെക്കുറിച്ച് തന്നെ ആയിരിക്കണം. കാരണം പണത്തിൽ തുടങ്ങി പണത്തെക്കുറിച്ച് വറി ചെയ്യുന്നു. കിട്ടാത്ത പണം എപ്പോൾ കിട്ടുമെന്ന് ആലോചിച്ച് കുറേ നാളായിട്ട് ഹാങ് ആയി നിൽക്കുന്ന പണം. അപ്പോൾ ഇത് 10 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എനർജിയിൽ പറയുകയാണെങ്കിൽ അടുത്ത് തന്നെ നമ്മുടെ ഒരു സമയം തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കാശുകൾ കയ്യിൽ വരുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കടം കിട്ടാനുണ്ട്, എന്തെങ്കിലും ഒരു ഇതിൽ പണം സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, കോൺട്രാക്ട് വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അത് അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വരാനുള്ള സാധ്യതയാണ് ഈ കാർഡ് റീഡിൽ കാണുന്നത്. ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക്